പാലക്കാട് നഗരസഭയിലെ നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേര് ഉപയോഗിക്കുന്നത് ധാർമ്മികമായും രാഷ്ട്രീയമായും തെറ്റാണെന്ന് മന്ത്രി എം. രാജേഷ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത ആളാണ് ഹെഡ്ഗേവാർ. പരിശോധനയ്ക്ക് ശേഷം വിഷയത്തിൽ ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. RSSന്റെ മേധാവിയായിരുന്നു എന്നത് അതിൻ്റെ പേരിൽ ഒരു സർക്കാർ പദ്ധതിയുടെ സ്മാരകം നിർമ്മിക്കുന്നത് ഉചിതമായിട്ടുള്ള കാര്യമല്ല. അതിന് RSSനോ BJPക്കൊക്കെ സ്മാരകം ഉണ്ടാക്കാം. സാധാരണ പല പാർട്ടി നേതാക്കന്മാരുടെയൊക്കെ പേരിൽ പാർട്ടികൾ സ്മാരകം ഉണ്ടാക്കാറുണ്ടല്ലോ. അതിന് പകരം ഒരു സർക്കാർ പദ്ധതിക്ക് ഒരു സ്മാരകം നിർമ്മിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. പരാതി വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും. പരാതി ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഇക്ബാൽ അറയ്ക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, പരാതി വന്നില്ല എന്ന് പറയുന്നത് മന്ത്രി എന്താണ് ഉദ്ദേശിച്ചത്? ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നതാണ്. അവിടെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസും അതിനുശേഷം BJPയും യൂത്ത് കോൺഗ്രസുമായുള്ള വലിയ സംഘർഷത്തിലേക്കും കാര്യങ്ങൾ നീങ്ങിയതാണല്ലോ. സ്മൃതി, ഈ ഡോക്ടർ KB ഹെഡ്ഗേവാർ, അതായത് RSSന്റെ സ്ഥാപക നേതാവായിട്ടുള്ള ഹെഡ്ഗേവാറിന്റെ പേര് തന്നെ ഈ നൈപുണ്യ വികസന കേന്ദ്രത്തിന് നൽകുമെന്ന നിലപാടിൽ തന്നെ തുടരുന്ന പാലക്കാട് നഗരസഭയ്ക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയെന്നുള്ളതായിരുന്നു MLA അറിയിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം എടുക്കുന്നതിനിടയിലാണ് മന്ത്രി MB രാജേഷ് ഇത്തരത്തിലൊരു മറുപടി നൽകുകയും ചെയ്തിട്ടുള്ളത്. തൻ്റെ ശ്രദ്ധയിൽ ഈ പരാതി എത്തിയിട്ടില്ല. പക്ഷേ ഹെഡ്ഗേവാറിന്റെ പേര് സർക്കാർ പദ്ധതികൾക്ക് അല്ലെങ്കിൽ സർക്കാർ കേന്ദ്രങ്ങൾക്ക് നൽകുന്നത് യാതൊരു കാരണവശാലും അത് ശരിയല്ല. ധാർമ്മികപരമായും രാഷ്ട്രീയപരമായും അത് തെറ്റാണ് എന്നുള്ളതാണ് MB രാജേഷ് പറയുന്നത്. ഹെഡ്ഗേവാറിന്റെ പേരിൽ വേണമെങ്കിൽ BJPക്ക് അവരുടെ പാർട്ടി കേന്ദ്രങ്ങൾ തുടങ്ങാം, പക്ഷേ സർക്കാർ പദ്ധതികൾ തുടങ്ങാൻ കഴിയില്ല. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കും. പക്ഷേ നിലവിൽ തൻ്റെ മുമ്പിലേക്ക് പരാതിയായി യാതൊന്നും തന്നെ എത്തിയിട്ടില്ല. പരാതി ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഈ വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് മന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, ഇക്ബാൽ അറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്.